സോ ഇനി ഈ കാണുന്ന ഒരു ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്ത് ഒരു 1 ഹവറിൽ ഇവിടെ താഴെ ബോഡി ക്ലോസ് വെക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത പ്രീവിയസ് ഡേയുടെ ലോ ബ്രേക്ക് ചെയ്യാൻ പൊട്ടൻഷ്യൽ കൂടുതലാണ് ഗോൾഡിൽ. അതല്ല ഈ കാണുന്ന ഹൈ, അതായത് ഒരു 4063 ലെവലിന് മുകളിലേക്ക് ഒരു 1 ഹവർ ക്യാൻഡിൽ ബോഡി ക്ലോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൈസ് വിൽ മൂവ് ടു അറൌണ്ട് 4100 4200 റേഞ്ചിലേക്ക് മൂവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. സോ ആ പ്രൈസ് ഏത് രീതിയിലുള്ള റിയാക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഇപ്പം ഹൈ ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെന്റർ. സോ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ യൂറോസിന്റെ അപ്ഡേറ്റ് നോക്കാം. സോ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്ന് മോർണിംഗ് തന്നെ നല്ല രീതിയിലൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. സോ ആ ഗ്യാപ്പ് അപ്പ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 98% ഫില്ല് ചെയ്തിട്ടാണ് പ്രൈസ് നിൽക്കുന്നത്. ഈ കാണുന്ന ഒരു 5 മിനിറ്റിന്റെ ഡിമാൻഡിലാണ് പ്രൈസ് സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നത്. അതിനോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈ സൈഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഒരു ഏഷ്യയുടെ ലിക്വിഡിറ്റി ഇവിടെ ലണ്ടന്റെ സെഷൻസ് വന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്തെങ്കിലും പ്രൈസ് പിന്നെയും ആ ഒരു സെൽ മൊമെന്റം കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ ഇനി ഈ കാണുന്ന ഒരു ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്ത് ഒരു 1 ഹവറിൽ ഇവിടെ താഴെ ബോഡി ക്ലോസ് വെക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത പ്രീവിയസ് ഡേയുടെ ലോ ബ്രേക്ക് ചെയ്യാൻ പൊട്ടൻഷ്യൽ കൂടുതലാണ് ഗോൾഡിൽ. അതല്ല ഈ കാണുന്ന ഹൈ, അതായത് ഒരു 4063 ലെവലിന് മുകളിലേക്ക് ഒരു 1 ഹവർ ക്യാൻഡിൽ ബോഡി ക്ലോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൈസ് വിൽ മൂവ് ടു അറൌണ്ട് 4100 4200 റേഞ്ചിലേക്ക് മൂവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. സോ ആ പ്രൈസ് ഏത് രീതിയിലുള്ള റിയാക്ഷൻസ് ആണ് കാണിക്കുന്നത്. ഇപ്പം ഈ കാണുന്ന രണ്ട് ലെവൽസിന്റെയും ഒരു ബോഡി ക്ലോസ് വന്നാൽ മാത്രമാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസ് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷൻസിലേക്കും ഒരു കൺഫർമേഷൻസ് കിട്ടിയതിന് ശേഷം മാത്രം ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുന്നതായിരിക്കും നല്ലത്. പ്രോബ്ലി ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് റിയാക്ട് കാണുന്നത്. സോ ഒരു ബെറ്റർ കൺഫർമേഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ടു യൂറോ USD. സോ യൂറോ USD നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാണുന്ന ഡെയിലിയിൽ തന്നെ ഫെയർ വാല്യൂ ക്യാപ്പിന്റെ 50% ലെവലിലേക്ക് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സെല്ല് നോക്കാം. സോ അതുപോലെ തന്നെ ഒരു 50% ലെവലിൽ നിന്ന് തന്നെ ഇന്ന് പ്രൈസ് ഒരു ഡ്രോപ്പ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ പ്രൈസ് ഗോൾഡിലെ പോലെ തന്നെ ഇന്നൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. ആ ഗ്യാപ്പ് അപ്പ് ഈ കാണുന്ന ഡെയിലിയുടെ ഫെയർ വാല്യൂ ക്യാപ്പിന്റെ 50% എന്നാണ് റിയാക്ഷൻ കാണുന്നത്. അപ്പോൾ ഒരു 4 ഹവറിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺസിക്യൂട്ടീവ് ആയിട്ട് ഒരു 3 ക്യാൻഡിൽസ് ഒരു ഡൗൺ സൈഡിലേക്കുള്ള മൊമെന്റ് ആണ് കാണാനായിട്ട് സാധിച്ചത്. ഇനി ഇത് താഴത്തേക്ക് മൂവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ടെന്ന് നോക്കാം. സോ ഈ കാണുന്ന എൻ്റെ കാണുന്ന ഒരു 4 ഹവർ ക്യാൻഡിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ താഴത്തേക്ക് ഒരു 4 ഹവറിന്റെയോ അല്ലെങ്കിൽ ഒരു 1 ഹവറിന്റെയോ ക്യാൻഡിലിന്റെ ബോഡി ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യൂറോ USD നമുക്ക് ഇനി വരുന്ന ആഴ്ചകളിലേക്ക് താഴത്തേക്ക് തന്നെ ഫോളോ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. സോ ഈ കാണുന്ന ഒരു 1.1293 എന്ന ലെവലിലേക്ക് പ്രൈസ് ഡ്രോപ്പ് ആവുന്നത് കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു ക്ലോസിംഗ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൈസ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ കാണുന്ന 1.169 എന്ന ലെവലിലേക്ക് പ്രൈസ് മൂവ് ചെയ്യാനുള്ള പ്രോബിലിറ്റീസും ഉണ്ട്. സോ ഈ കാണുന്ന ഏരിയ ഫെയിൽ ചെയ്തതിന് ശേഷം മാത്രം സെല്ല് നോക്കുന്നതായിരിക്കും ബെറ്റ്. സോ ഈ ഒരു ക്യാൻഡിൽ ഫെയിൽ ആവാനായിട്ട് ടൈം എടുക്കാൻ ചാൻസ് കൂടുതലാണ്, കാരണം ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് നടന്ന ക്യാൻഡിലാണ്. സോ കൂടുതലും ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്ന് ഒന്നില്ലെങ്കിൽ ഈ കാണുന്ന ഹൈ ഒരു 1 ഹവറിന്റെ ബോഡി ക്ലോസ് വെച്ച് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് മുകളിലേക്കുള്ള റാലി കണ്ടിന്യൂ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അല്ല ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു സെൽ ഏരിയയിലേക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽസിന്റെ റിയാക്ഷൻ നോക്കി മാത്രം നിങ്ങളുടെ ഒരു ട്രേഡ്സും കാര്യങ്ങളും പ്ലാൻ ചെയ്യാനായിട്ട് നോക്കുക. സോ ബൈ ആയാലും സെല്ലായാലും ഒരു പ്രോപ്പർ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രം ട്രേഡ് എടുക്കുക. ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ യൂറോ USD ആൻഡ് ഗോൾഡ്. സോ ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.